ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ മുന്നേ റിപ്പോർട്ട് ചെയ്ത നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് ചെയ്ത ഒരു വീഡിയോയുടെ അപ്ഡേഷൻ ആണ് ഇത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഇത് ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ വീണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അതില് കഴിഞ്ഞ 17/7/2025 വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു. നമുക്ക് ഓഗസ്റ്റ് 12 വരെ അപേക്ഷിക്കാനുള്ള ഡേറ്റ് ഉണ്ട്. RPSC രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ടീച്ചിങ് വേക്കൻസി, പെർമനന്റ് ടീച്ചിങ് വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ അതില് അവർ 17 നോട്ടിഫിക്കേഷൻ ഇട്ട സമയത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് പിന്നീട് രണ്ടാമതായിട്ട് പുതിയൊരു കൊറിയാണ്ടായിട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ അടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് 17 നോട്ടിഫിക്കേഷൻ ഇട്ട സമയത്ത് ഈ RPSC നോട്ടിഫിക്കേഷന്റെ ഇത് ഇട്ട സമയത്ത് നമ്മൾ അതിന്റെ മീൻസ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ഇത് അയക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. താല്പര്യമില്ലാത്തവർ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി, അതിന്റെ പുതിയ അപ്ഡേറ്റ്സ് ഒന്നുകൂടി നിങ്ങളെ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും കാണുന്നവർക്ക് വേണ്ടി തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം. ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് റീറ്റ് വേണ്ട, അതായത് രാജസ്ഥാന്റെ ടെറ്റ് ആണ് റീറ്റ് എന്ന് പറയുന്നത്, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട ജസ്റ്റ് PG + B.Ed ആണ്. ഓക്കെ, ജസ്റ്റ് PG + B.Ed ആണ്. CTETO, സെറ്റോ, നെറ്റോ, റീറ്റോ ഒന്നും തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി PG + B.Ed ഉള്ളവർക്കെല്ലാം ഇതിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ധാരാളം വേക്കൻസീസ് ഉണ്ട്. ഏകദേശം 3200ഓളം വേക്കൻസീസ് വരുന്നതല്ല 3200ഓളം വേക്കൻസീസ് ഉള്ള ഒരു പോസ്റ്റും കൂടിയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 3225 പെർമനന്റ് പോസ്റ്റുകൾ ഇതിലുണ്ട്. ഓക്കെ, PG + B.Ed ആണ്. സാലറി 75,000 എബോവ് ആണ്. ആ സ്കെയില് പറയുമ്പോഴത്തേക്ക് നോക്കാനുള്ളത്. CTETന്റെ ആവശ്യമില്ല, ടെറ്റിന്റെയും ആവശ്യമില്ല, ഇന്റർവ്യൂ ഇല്ല. ഓക്കെ, ഇന്റർവ്യൂ ഇല്ല. എല്ലാ സ്റ്റേറ്റുകാർക്കും അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റ് പല സ്റ്റേറ്റിലെയും PSC അല്ലെങ്കിൽ മറ്റു പോസ്റ്റുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിസർവേഷൻ ഒന്നും കിട്ടത്തില്ല. അതായത് കാസ്റ്റ് വൈസ് ആയിട്ടുള്ള റിസർവേഷൻ കിട്ടത്തില്ല. നമ്മളെല്ലാവരെയും ആ സ്റ്റേറ്റിൽ റിസൈഡ് ചെയ്യുന്നവരല്ലെങ്കിൽ ജനറൽ ആയിട്ടാണ് പരിഗണിക്കാറുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള വേക്കൻസിയുടെ ഒരു അപ്ഡേഷൻ ആണ് ഞാൻ ഇതിലൂടെ അറിയിക്കുന്നത്. അപ്ഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊരു പുതിയൊരു കൊറിയാണ്ടോ ഇറക്കിയിട്ടുണ്ട്. ആ കൊറിയാണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കൊറിയാണ്ടോ മുമ്പ് ഇത് ഡിപ്ലോമ ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യായിരുന്നു. ഡിപ്ലോമക്കാർക്കും ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യായിരുന്നു. ഫസ്റ്റ് 17 ഇട്ട ഈ നോട്ടിഫിക്കേഷനിൽ. ഓക്കെ, 8A6 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി നമ്പറിൽ ഇട്ട നോട്ടിഫിക്കേഷൻ. ഇപ്പൊ അവര് പറയുന്നത് ഗ്രാജുവേറ്റ്സ് ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ UGC വിത്ത് ദ കൺസേൺ സബ്ജക്ട് ആസ് എ ഓപ്ഷണൽ സബ്ജക്ട് ആൻഡ് ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, അതായത് ഗ്രാജുവേറ്റ് വേണം, അല്ലെങ്കിൽ ഇക്വലൻസി വേണം, അല്ലെങ്കിൽ UGC നോം ചെയ്യുന്ന താഴെ പറയുന്ന സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മൈക്രോബയോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി പ്ലസ് B.Ed കൂടി വേണമെന്നുള്ളതാണ് അവർ പറയുന്നത്. ഡിപ്ലോമക്കാരെ അംഗീകരിക്കത്തില്ല, എന്തെങ്കിലും ഡിപ്ലോമ ഉള്ളവരെ അംഗീകരിക്കത്തില്ല എന്നാണ് RPSC പറയുന്നത്. ഓക്കെ, ഇനി എപ്പോഴും ഞാൻ തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ ഇത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യുക, കൂടുതൽ പേരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇത് അല്പം സമയം നീണ്ടുപോകും ഈ വീഡിയോ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് അന്ന് വിളിച്ചിരുന്നത്. ഈ പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഇത്രയും പോസ്റ്റുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. ഹിന്ദി 710 വേക്കൻസിയാണ്. ഹിന്ദി PG + B.Ed ഹിന്ദി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. PG + B.Ed മതി. ഇംഗ്ലീഷ് 307 പോസ്റ്റ്. സംസ്കൃതം ഇന്നലെ ആരോ ചോദിച്ചിരുന്നു, സംസ്കൃതം ഉണ്ടെന്തോ? 70 പോസ്റ്റുകളിലേക്ക് സംസ്കൃതം വിളിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് ഹിസ്റ്ററി 170, പൊളിറ്റിക്കൽ സയൻസ് 350, ജിയോഗ്രഫി 270, എക്കണോമിക്സ് 34, സോഷ്യോളജി 22, ഹോം സയൻസ് 70, കെമിസ്ട്രി 177, ഫിസിക്സ് 94, മാത്സ് 14, ബയോളജി 85. കൊമേഴ്സിനാണ് ഏറ്റവും കൂടുതൽ 430 വേക്കൻസീസ് ആണ് കൊമേഴ്സിന് വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രോയിങ് ടീച്ചറിന് വിളിച്ചിരിക്കുന്നത് 180 വേക്കൻസിയാണ് ഡ്രോയിങ് ടീച്ചറിന്റെ പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. മ്യൂസിക് 7, ഫിസിക്കൽ എഡ്യൂക്കേഷൻ
73. അത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോച്ചും അല്ലാത്തതും വിളിച്ചിട്ടുണ്ട്. അതിന്റെ കോച്ചിന്റെ എത്ര എണ്ണമുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്യും. മൊത്തത്തില് 3225 വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. ഈ 3225 വേക്കൻസീസിൽ എല്ലാം പെർമനന്റ് ആണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഏജ് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 12/9/2025 ആണ് അവസാനമായിട്ട് ഉള്ള ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ RPSCയുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാം, OTR ഒക്കെ അപ്ലൈ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ സിലബസും സ്കീമും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. സ്കീം ആൻഡ് സിലബസ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സ്കൂൾ ടീച്ചർ. ഓക്കെ, മിനിമം ക്വാളിഫൈങ് മാർക്ക് 40% ആണ് കേട്ടോ. 40% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂ ഒന്നും ഇല്ല. ഓക്കെ, പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് ആണ്. ഹിസ്റ്ററി ഓഫ് രാജസ്ഥാനിന്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി, മാത്തമെറ്റിക്സ്, ലാംഗ്വേജ് എബിലിറ്റി, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ജനറൽ സയൻസ്, ഇന്ത്യൻ പൊളിറ്റി, ജിയോഗ്രഫി ഓഫ് രാജസ്ഥാൻ, എഡ്യൂക്കേഷൻ സൈക്കോളജി, അങ്ങനെയുള്ളതാണ് ജനറൽ പേപ്പർ. രണ്ടാമത്തത് സബ്ജക്ട് കൺസേൺഡ്. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റിന്റെ സീനിയർ സെക്കൻഡറി ലെവൽ +2 ലെവൽ മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട് ക്വസ്റ്റ്യൻസ്. പിന്നെ അതിൽ നിന്ന് പെഡഗോജി, ടീച്ചിങ്, ലേണിംഗ് മെറ്റീരിയൽസ്, അത് ലെവൽ എന്താണ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. 3 മണിക്കൂറിന്റെ എക്സാംസ് ആണ് രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഷാൽ ബി ആപ്ലിക്കബിൾ. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് കേട്ടോ അതിൽ. ഓക്കെ, ഓക്കെ നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെയും സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഓരോ സബ്ജക്ട്സിന്റെയും ഓരോ കാര്യങ്ങളുടെയും സിലബസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 17 ഈ RPSCയുടെ ഈ സൈറ്റ് കയറിയിട്ട് നിങ്ങൾ അതിലുണ്ട് വ്യൂ ആള് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 17/7 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ വന്നിട്ടുണ്ട് 17/7 നോട്ടിഫിക്കേഷൻ. ഇത് കിടക്കുന്നു. അഡ്വർടൈസ്മെന്റ് 6/2025-26 ഫോർ സ്കൂൾ ടീച്ചർ ലെക്ചർ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനിയും അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർക്ക്, താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, സീറ്റെറ്റോ, സെറ്റോ, റീറ്റോ, നെറ്റോ ഒന്നും വേണ്ട, ജസ്റ്റ് PG+B.Ed മതി. ഓക്കെ, ഇന്റർവ്യൂ സെക്ഷൻസ് ഇല്ല. രാജസ്ഥാനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് കൊമേഴ്സിനാണ്, 430ഓളം പോസ്റ്റ്. ബാക്കി എല്ലാത്തിനും ഉണ്ട്. അപ്പൊ അതിന്റെ സബ്ജക്ട് കോമ്പിനേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ സബ്ജക്ട് കോമ്പിനേഷൻ വേണം വിത്ത് നിങ്ങൾക്ക് അതിന്റെ B.Ed കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിലെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തത ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യക്തത ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചു ചോദിക്കുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ഇതിന്റെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, കൂടുതൽ സമയം അപഹരിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഈ താഴെ ലിങ്കുകളും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 7736750473 പറഞ്ഞ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, ഇത് അപേക്ഷിച്ചവര് അല്ലെങ്കിൽ അപേക്ഷിക്കാൻ ഇരുന്നവർ ഒത്തിരി പേരുണ്ടായിരുന്നു, ഡിപ്ലോമയൊക്കെ ഉള്ളവർ. അപ്പൊ അവര് വിളിച്ച് സംശയം ചോദിച്ചതിന്റെ പേരിലാണ് ഒരു കൺഫർമേഷൻ കൂടെ തരുന്നത്. ഡിപ്ലോമക്കാർക്ക്, അതായത് B.Tech അല്ലെങ്കിൽ IT ഇങ്ങനെയൊക്കെ ഡിപ്ലോമക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് PG അല്ലെങ്കിൽ PG+B.Ed ഉണ്ടായിരിക്കണം ഇത് അപ്ലൈ ചെയ്യുന്നതിന്. ഓക്കെ, ഇതിന്റെ ഓരോന്നിന്റെയും ഓരോ പോസ്റ്റിന്റെയും ക്വാളിഫിക്കേഷൻസ് എന്താണെന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഈ എന്താ പറയാ നോട്ടിഫിക്കേഷനിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകാത്തതൊന്നുമല്ല, വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. OTR ഒക്കെ രജിസ്റ്റർ ചെയ്യണം, ഫീസും സ്ട്രക്ചറും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൺഫേം അല്ലാത്ത എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് അന്വേഷിച്ചാൽ മതി, പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഓരോ കോച്ചിങ്ങിന്റെയും ഓരോ ബാച്ചിന്റെയും വാട്സപ്പ് ലിങ്കുകളും ടെലഗ്രാം ചാനലുകളും കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അതിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ആൾ. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.